രാത്രിയായിരുന്നു. പുറത്ത് നിലാപ്രകാശം പരന്നു കിടക്കുന്നു. ഒലിവിയ അമ്മ സാറയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു. അമ്മേ, ഇന്ന് ആരുടെ കഥയാണ് പറയുന്നത്? ഒലിവിയ ചോദിച്ചു. സാറ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, ഇന്ന് ഞാൻ നിനക്ക് പത്രോസ് എന്നു പേരുള്ള ഒരു ധീരനായ മനുഷ്യന്റെ കഥ പറഞ്ഞുതരാം. അദ്ദേഹം കടലിനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. പത്രോസ് വളരെ കരുത്തനായ ഒരാളായിരുന്നു. ഗലീലക്കടലിന്റെ തീരത്തായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം തന്റെ വലിയ വള്ളവുമായി കടലിലേക്ക് പോകും. മീൻ പിടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. കടലിലെ തിരമാലകളെ പത്രോസിന് ഒട്ടും പേടിയുണ്ടായിരുന്നില്ല. പത്രോസിന് അന്ത്രയോസ് എന്നു പേരുള്ള ഒരു സഹോദരനുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ചേർന്നാണ് മീൻ പിടിക്കാൻ പോകാറുള്ളത്. ഒരു രാത്രിയിൽ അവർ വള്ളവുമായി കടലിന്റെ നടുവിലേക്ക് പോയി. അവർ വെള്ളത്തിലേക്ക് വലിയ വലകളെറിഞ്ഞു. മണിക്കൂറുകളോളം അവർ കാത്തിരുന്നു. പക്ഷെ അന്ന് ഒരു മീനിനെ പോലും അവർക്ക് കിട്ടിയില്ല. പത്രോസ് വളരെ സങ്കടത്തിലായി. അന്ത്രയോസ്, നമ്മൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ലല്ലോ, പത്രോസ് നിരാശയോടെ പറഞ്ഞു. അവർ തളർന്ന് തീരത്തേക്ക് മടങ്ങി വന്നു. പത്രോസ് തന്റെ വലകൾ കഴുകി വൃത്തിയാക്കുകയായിരുന്നു. ആ സമയത്താണ് യേശു ആ തീരത്തേക്ക് വന്നത്. യേശുവിന്റെ വാക്കുകൾ കേൾക്കാൻ ഒരുപാട് ആളുകൾ അവിടെ കൂടിയിരുന്നു. യേശു പത്രോസിന്റെ വള്ളത്തിനടുത്തേക്ക് നടന്നു വന്നു. പത്രോസ് അത്ഭുതത്തോടെ യേശുവിനെ നോക്കി നിന്നു. യേശുവിന്റെ മുഖത്ത് വലിയൊരു തിളക്കമുണ്ടായിരുന്നു. യേശു പത്രോസിനോട് ചോദിച്ചു, നിന്റെ വള്ളം എനിക്കൊന്ന് തരാമോ? എനിക്ക് ആളുകളോട് സംസാരിക്കാനാണ്. പത്രോസ് സന്തോഷത്തോടെ സമ്മതിച്ചു. യേശു പത്രോസിന്റെ വള്ളത്തിൽ കയറിയിരുന്നു. പത്രോസ് വള്ളം മെല്ലെ വെള്ളത്തിലേക്ക് ഇറക്കി. യേശു വള്ളത്തിലിരുന്ന് സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പത്രോസ് ശ്രദ്ധയോടെ കേട്ടു. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു, പത്രോസ്, നീ വള്ളം ഒന്നുകൂടി ആഴക്കടലിലേക്ക് കൊണ്ടുപോകൂ. അവിടെ നിന്റെ വലകൾ എറിയുക. പത്രോസ് പറഞ്ഞു, ഗുരു, ഞങ്ങൾ രാത്രി മുഴുവൻ ശ്രമിച്ചു, ഒന്നും കിട്ടിയില്ല. എങ്കിലും അങ്ങ് പറയുന്നതുകൊണ്ട് ഞാൻ ചെയ്യാം. പത്രോസും അന്ത്രയോസും വള്ളം ദൂരേക്ക് കൊണ്ടുപോയി. അവർ വലയെറിഞ്ഞതും അത്ഭുതം സംഭവിച്ചു. വല പെട്ടെന്ന് വളരെ ഭാരമുള്ളതായി മാറി. വലയിൽ നിറയെ വലിയ മീനുകൾ കുടുങ്ങിയിരുന്നു. വല പൊട്ടിപ്പോകുമെന്ന് പത്രോസ് ഭയന്നു. അദ്ദേഹം സഹായത്തിനായി അന്ത്രയോസിനെ വിളിച്ചു. അവർ രണ്ടുപേരും ചേർന്ന് കഷ്ടപ്പെട്ടാണ് ആ വല വള്ളത്തിലേക്ക് വലിച്ചു കയറ്റിയത്. പത്രോസിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത് വലിയൊരു അത്ഭുതമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പത്രോസ് യേശുവിന്റെ പാദങ്ങളിൽ വീണു പറഞ്ഞു, ഗുരു, ഞാനൊരു പാവം മനുഷ്യനാണ്, അങ്ങ് വലിയവനാണ്. യേശു പത്രോസിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. യേശു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പത്രോസ്, ഭയപ്പെടേണ്ട. ഇനി മുതൽ നീ മീനുകളെയല്ല, മനുഷ്യരെ പിടിക്കുന്നവനാകും. നീ എന്റെ കൂടെ വരിക. പത്രോസും അന്ത്രയോസും പരസ്പരം നോക്കി. അവർക്ക് വലിയ സന്തോഷം തോന്നി. ലോകത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന യേശുവിനെ പിന്തുടരാൻ അവർ തീരുമാനിച്ചു. പത്രോസ് തന്റെ വള്ളവും വലയും ഉപേക്ഷിച്ച് യേശുവിന്റെ കൂടെ നടന്നു. അന്നു മുതൽ പത്രോസ് യേശുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറി. യേശു പോകുന്നിടത്തെല്ലാം പത്രോസും കൂടെ പോയി. സ്നേഹത്തിന്റെയും കരുണയുടെയും കഥകൾ പത്രോസ് ലോകത്തോട് പറഞ്ഞുകൊടുത്തു. കണ്ടോ ഒലിവിയ, പത്രോസ് യേശുവിനെ വിശ്വസിച്ചതുകൊണ്ടാണ് ആ അത്ഭുതം നടന്നത്, സാറ പറഞ്ഞു. ഒലിവിയ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കും പത്രോസിനെ പോലെ ധീരയാകണം അമ്മേ. സാറ അവളെ ഉമ്മ വെച്ചു. ഒലിവിയ പത്രോസിന്റെയും കടലിന്റെയും സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീണു.